ഷാർജയിൽ കൊല്ലം സ്വദേശിനി മകളെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യാൻ കാരണം ഭർതൃപീഡനം തന്നെ. ഇത് സാധൂകരിക്കുന്ന വിധത്തിലാണ് ആത്മഹത്യാക്കുറിപ്പ്. വീട്ടുകാരോടായി എഴുതിയ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ വീട്ടുകാർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. ഭർത്താവിൽ നിന്നും വീട്ടുകാരിൽ നിന്നും നേരിട്ട പീഡനത്തെക്കുറിച്ചുള്ള യുവതിയുടെ ഓഡിയോ സന്ദേശവും ആത്മഹത്യാക്കുറിപ്പും പുറത്തു വന്നിട്ടുണ്ട്. കൊല്ലം കേരളപുരം സ്വദേശിനി വിഭജികയെയും മകൾ വൈഭവിയെയുമാണ് ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിദേശത്ത് ജോലിയുണ്ടായിരുന്ന വിഭജികയെ 2020 നവംബറിലാണ് കോട്ടയം സ്വദേശി നിതീഷ് വിവാഹം ചെയ്യുന്നത്. അതിന് പിന്നാലെ വീട്ടുകാരുടെ പീഡനം തുടങ്ങിയെന്നാണ് ആരോപണം. ആത്മഹത്യാക്കുറിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ വീട്ടുകാർക്കെതിരെ വലിയ ആരോപണം. തന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടെന്നും പട്ടിയെപ്പോലെ തല്ലിയിട്ടുണ്ടെന്നും ആഹാരം തന്നില്ലെന്നും വിഭജികയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. ശാരീരികമായി ഉപദ്രവിച്ചിട്ട് അപകടം പറ്റിയതാണെന്ന് പറയും. 7 മാസം ഗർഭിണിയായിരിക്കെ തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. കല്യാണം ആഡംബരമായി നടത്തിയില്ല, സ്ത്രീധനം കുറഞ്ഞുപോയി, കാർ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് കൊല്ലാക്കൊല ചെയ്തു. കുഞ്ഞിനു വേണ്ടി എല്ലാം ക്ഷമിച്ചു. ഭർത്താവ് നിതീഷിന്റെ അച്ഛൻ എന്നോട് മോശമായി പെരുമാറിയെന്നറിഞ്ഞിട്ടും പ്രതികരിച്ചില്ല. ഒരുപാട് കാശുള്ളവരാണ്, എന്നിട്ടും എന്റെ സാലറിക്ക് വേണ്ടി ദ്രോഹിച്ചുകൊണ്ടിരുന്നു. എല്ലാവർക്കും എല്ലാം അറിയാം. ഈ ലോകം പണമുള്ളവരുടെ കൂടെയാണ്. ഉപദ്രവിച്ചതിനു ശേഷം കുഞ്ഞിനെയും എന്നെയും ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. എന്റെ കുഞ്ഞിന്റെ സ്വർണം കൈക്കലാക്കിയെന്നും ആരോപണമാണ്. എന്റെ സ്വർണം കൈക്കലാക്കാൻ സാധിച്ചില്ല, പണം കൈക്കലാക്കാൻ സാധിച്ചില്ല. അതിനെന്നെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. പണമില്ലാത്ത പെൺകുട്ടികൾ കല്യാണം കഴിക്കാത്തതാണ് നല്ലത് എന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. മരിക്കാൻ ഒരാഗ്രഹവുമില്ല. എന്റെ കുഞ്ഞിന്റെ മുഖവും ചിരിയും കണ്ട് കൊതി തീർന്നിട്ടില്ലെന്നും വിഭജികയുടെ കത്തിലുണ്ട്. ഭർത്താവ് നിതീഷ് മോഹനും അതുപോലെ സഹോദരി നീതുവുമാണ് ഒന്നാം പ്രതികളെന്നും 2ാം പ്രതി ഭർത്താവിന്റെ അച്ഛനായ മോഹൻ ആണെന്നും ഒരിക്കലും ഈ കൊലയാളികളെ വെറുതെ വിടരുതെന്നും ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. ഭർത്താവിന്റെ സഹോദരി എന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല. പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനപ്പുറമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വയ്യ. എന്റെ കുഞ്ഞിന് വയ്യാഞ്ഞിട്ട് പോലും അയാളിവിടെ ഇല്ല. അവരെ വെറുതെ വിടരുത്. അവർക്ക് ഞാൻ മാനസിക രോഗിയാണെന്ന് വരുത്തി തീർക്കണമെന്നും വിഭജിക എഴുതിയ കത്തിൽ പറയുന്നുണ്ട്. ഇരുന്നിരുന്ന് കഷ്ടപ്പെട്ട് കെട്ടിച്ചു വിട്ടത് വന്നുപെട്ടത് ഇങ്ങനെയൊരു വീട്ടിലാണ്. 3 പേരും ഒന്നിനൊന്ന് മെച്ചമാണ്. 3 പേരും വല്ലാത്ത ടോർച്ചറിംഗ് ആണ്. സഹിക്കുക അല്ലാതെ എന്താണ് ചെയ്യുക? വിഭജിക പങ്കുവച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. ഒരിക്കലും കൊലയാളികളെ വെറുതെ വിടരുതെന്നാണ് വിഭജിക കുറിപ്പിൽ പറയുന്നത്. അച്ഛൻ എന്ന് പറയുന്നയാൾ അപമര്യാദയായി പെരുമാറി എന്നറിഞ്ഞിട്ടും പ്രതികരിച്ചില്ല. എന്റെ ഭർത്താവ് അതിനു പകരം എന്നെ കല്യാണം ചെയ്തത് അയാൾക്ക് കൂടി വേണ്ടിയാണ് എന്നായി പറഞ്ഞത്. ഭർത്തൃ സഹോദരി തന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല എന്നും വെളിപ്പെടുത്തലുണ്ടായി. കല്യാണം ആഡംബരമായി നടത്തിയില്ല, സ്ത്രീധനം കുറഞ്ഞുപോയി, കാർ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് തന്നെ കൊല്ലാക്കൊല ചെയ്തുവെന്നും വീടില്ലാത്തവൾ, പണമില്ലാത്തവൾ എന്നിങ്ങനെയെല്ലാം ആക്ഷേപിച്ചുവെന്നും കത്തിൽ പറയുന്നുണ്ട്.